ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഭഗവത് വാണികൾ ശ്രദ്ധയോടുകൂടി നാം കേട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സ് വിനാശത്തിൽ പതിച്ച് നശിക്കാനിടവരും. അതുകൊണ്ട് ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മഹത് വചനങ്ങൾ കേട്ട് അതിനനുസരിച്ച് ജീവിക്കുക എന്നത് ഓരോരുത്തരുടെയും കടമയാണ്. അതിനാൽ ഭഗവാൻ പറയുന്നു, മശ്ചിത്ത സർവദർഗാണി മത്പ്രസാദാൽ തരിഷ്യസി അധ ചിത്വമഹങ്കാരാത് ന ശ്രോഷ്യസി വിനശ്യസി. അതിൻ്റെ വിവർത്തനം ഒന്ന് കേൾക്കുക. മത്സിത്തനൻ പ്രസാദത്താൽ സർവദുർഗങ്ങൾ താണ്ടിടും, എന്നാൽ നീ ഇതഹങ്കാരാൽ കേട്ടിടായിൽ പതിച്ചിടും. നമുക്കൊരു താക്കീതാണ് തന്നിരിക്കുന്നത്. എൻ്റെ അനുഗ്രഹത്താൽ, ഭഗവാന്റെ അനുഗ്രഹത്താൽ ഏത് തരത്തിലുള്ള പ്രതികൂലങ്ങളെയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതായത് ഭഗവത് വാണികൾ ശ്രവിച്ച് അതിനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ഭഗവാൻ എപ്പോഴും നമ്മിൽ പ്രസാദം ചൊരിഞ്ഞിരിക്കും. ഏത് തടസ്സങ്ങളെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. എന്നാൽ അഹങ്കാരം കൊണ്ട് നാം ഈ വാണികളെ ശ്രവിക്കാതെ അതിനനുസരിച്ച് ജീവിക്കാതെ പോയാൽ നമുക്ക് പതനമായിരിക്കും ഫലം. നമ്മുടെ ജീവിതം ശ്രേയസ്സിലേക്ക് എത്തിച്ചേരുകയില്ല. അതാണ് അഹങ്കാരം കൊണ്ട് ഇതിനെ പുച്ഛമാക്കി തള്ളുകയാണെങ്കിൽ നമുക്ക് പതനം മാത്രമാവും ഉണ്ടാവുക. അതിനാൽ നാം പതിക്കാതെ ഏറ്റവും ശ്രേയസ്സായ മാർഗത്തിലേക്ക് നീങ്ങാൻ മഹത് വചനങ്ങൾ ശ്രവിച്ച് അതിനനുസരിച്ച് ജീവിക്കുക തന്നെ വേണം എന്നാണ്. മച്ചിത്തനൻ പ്രസാദത്താൽ സർവദുർഗങ്ങൾ താണ്ടിടും, എന്നാൽ നീ ഇതഹങ്കാരാൽ കേട്ടിടായിൽ പതിച്ചിടും.